വാട്ട്സ്ആപ്പ് മച്ചൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കളിക്കുന്ന ലെക്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 11 ആണ് ഗൈസ്. സോ ഇന്ന് നമ്മുടെ ഈ ഒരു ബ്രീഡർ നമുക്ക് ശരിയാക്കണം. ഞാൻ ചാറ്റ് ജി പി ടിയിലൊക്കെ കൊടുത്ത് നോക്കി, ഇപ്പം ബെഡിൻ്റെ മേളിൽ 2 ബ്ലോക്കെങ്കിലും ഗ്യാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞത്. സോ അതായിരിക്കും മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചധികം ഇവിടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു ഗൈസ്. ഞാൻ ചാറ്റ് ജി പി ടി മോൻ്റെ ബ്രീഡറിൻ്റെ മേലിൽ വെച്ച ഗ്ലാസ് പൊട്ടിച്ചാൽ മോൻ്റെ ബ്രീഡർ വർക്കാവും. ഇനിയും എന്താ പണിയൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഗൈസ്. കാരണം ഇത് ഞാൻ നോക്കിയ ആ ഒരു ഡിസൈനകത്ത് ശരിക്കും വർക്കാവുന്നുണ്ട്. ഇതിനിപ്പോൾ ഞാൻ ഈ മേല് ഗ്ലാസ് ഞാൻ ആഡ് ചെയ്ത് വേറെ ആ ഡിസൈനിലില്ലാതെ ആഡ് ചെയ്തത് ഈ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതായിരിക്കും പ്രോബ്ലം എന്ന് വിചാരിച്ചാണ് ഞാനിതിപ്പോൾ ചെയ്തത്. ആൻഡ് നമുക്കിനിയും ഇപ്പം ഞാനാണെങ്കിൽ കുറേ എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റാക്ക് ക്യാരറ്റ് ഞാൻ അവന്മാർക്ക് കൊണ്ടിട്ടു. അന്നേരമാണ് മനസ്സിലായി അവന്മാർ ബ്രീഡ് ആവുന്ന മറ്റേ പാർട്ടിക്കിൾ കാണിക്കും, പെട്ടെന്ന് തന്നെ മറ്റേ ക്യാൻസൽ പാർട്ടിക്കിൾ കാണിക്കുന്നുണ്ട് ഗൈസ്. സോ ഇപ്പം ഞാനത് ശരിയാക്കിയെന്നാണ് തോന്നണേ. ഞാൻ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇനിയും ഞാൻ താഴെ പോയി മൈൻ ചെയ്തിട്ട് അതായത് കുറച്ച് സ്കിൽട്ടനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവനെയൊക്കെ തല്ലിക്കൊന്ന് കുറച്ച് ബോൺ ഉണ്ടാക്കി ഞാനൊന്ന് ബോൺ മീൽ ചെയ്തിട്ട് കാണാം ഗൈസ്. താഴെ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ മേളിലൊരു ബ്ലോക്ക് കൂടെ ആക്കട്ടെ. എങ്ങാനും ഒരു സോംബയോ എല്ലാം ചാടി കയറി ഇനിയിപ്പം അത് പ്രശ്നമാക്കണ്ട ഗൈസ്, അറിയല്ല എന്താ ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ചെറിയൊരു സേഫ് ആകണം. ഞാൻ അതിന് വേണ്ടിയാണ് ഗ്ലാസ് ആദ്യം വെച്ച്. ഇനിയിപ്പോൾ ഗ്ലാസ് വെക്കുന്ന പ്രോബ്ലം എങ്കിൽ നമുക്ക് ഗ്ലാസ് മാറ്റാം ഗൈസ്. അതെ. ആൻഡ് ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിൻ്റെ ഒരു ആയിട്ട് തന്നെ നമുക്കൊരു ലൈവ് ഇടാം ഗൈസ്. കാരണം നമുക്ക് ഈ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നത് ലൈവ് ഇട്ട് ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. ട്രേഡിംഗ് ഹാൾ ഇച്ചിരി ഞാൻ വലിയൊരു ട്രേഡിംഗ് ഹാളാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഒരു മലയ്ക്കകത്ത് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻ്റെ ഉള്ള ബ്ലോക്കെല്ലാം തീർന്നു ഗൈസ്. കുറച്ചുകൂടെ ബ്ലോക്ക് എടുത്തുകൊണ്ട് ഞാൻ വെക്കട്ടെ. ആഫ്റ്റർ എ ബിഗ് മൈനിങ് ഗൈസ്, എനിക്ക് കുറേ ഞാനാണെങ്കിൽ 2-3 സ്കെൽട്ടനൊക്കെ തല്ലിക്കൊന്ന് കുറച്ച് ബോൺ കിട്ടി. ആൻഡ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഡയമണ്ട് 21 ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഞാൻ കുറേ ബോയൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ വെച്ച് ഞാൻ എല്ലാത്തിനെയും തല്ലിക്കൊന്ന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 21 ഡയമണ്ട് ഉണ്ട് ഗൈസ്. വിഷയമാണ് നമ്മളിപ്പം. ഞാൻ കുറേ നേരം അവിടെ ഒരു 10 ടോർച്ചും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഗൈസ്. ഞാൻ താഴെ മൊത്തം ഞാൻ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ പോയി ഒന്ന് കാണിക്കാം ഗൈസ്. ആൻഡ് ഇവിടെ ഇത് എല്ലാം ബ്രീഡായോ ഗൈസ്? നോക്കട്ടെ. ഇനിയിപ്പോൾ മേലിൽ കയറണം അല്ലേ? ഓക്കെ ഗൈസ്, വല്ലതും ബ്രീഡായിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, അതൊരു വില്ലേജ്, ബേബി വില്ലേജർ അല്ലേ ഗൈസ്? ആണ്. ഓക്കെ, ഫൈനലി സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. ബ്രീഡായിട്ടാണ്. അതിനായിരുന്നു പ്രോബ്ലം. ഞാൻ പേടിച്ച് ഗൈസ്. കാരണം ഈ സെയിം മോഡലാണ് നമ്മൾ തട്ടയുടെ എസ്എംപിയിൽ ഉണ്ടാക്കിയത്, ബട്ട് അതിൽ വർക്കായില്ല. പിന്നെ കുറേ ഗൈസ് ഇപ്പോൾ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറയുന്നുണ്ട് നമ്മളെ തട്ടയുടെ എസ്എംപി കയറ്റുമെന്ന്. ഗൈസ്, നിങ്ങളൊരു ബിൽഡറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആയിട്ടുണ്ട് ഗൈസ്. സോ നിങ്ങൾ അതിൽ കയറി ഒന്ന് DM ചെയ്താൽ മതി. ആൻഡ് ഞാൻ നിങ്ങളെ തട്ടയുടെ എസ്എംപിയിൽ IP ഒക്കെ അയച്ചു തരാം ഗൈസ്. ഓക്കെ. ആൻഡ് ഇത് സെറ്റായിട്ടുണ്ട് ഗൈസ്. നമുക്കിനിയും കുറച്ചുകൂടെ മൈൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഡയമണ്ടൊക്കെ ഒപ്പിച്ചിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്കെൽട്ടനൊക്കെ വന്നിട്ട് ബോൺ സെറ്റാക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനാണ് എല്ലാ ടൂൾസൊക്കെ എടുത്ത് നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ്, അതായത് ഈ ഒരു കേവിലേക്ക് ഇറങ്ങാം. അതിന് മുമ്പ് ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ അടി കൊണ്ടാലും ഒക്കെ അറിയാമല്ലോ ഗൈസ്. ഇതൊന്നാമത് കാണാൻ പറ്റില്ല ഗൈസ്. അതിൻ്റെ കൂടെ ബ്രൈറ്റ്നസ് കൂടി ഇല്ലെങ്കിൽ തീർന്ന് ചത്ത്. ഓക്കെ, ഞാൻ പതുക്കെ താഴോട്ട് ഇറങ്ങാം ഗൈസ്. ഞാൻ ഇറങ്ങിയിട്ട് കാണാം. അടങ്ങുമ്മാലെ നമ്മളവിടെ റിച്ച് ആവുള്ള എല്ലാ വകയും ഞാൻ അവിടെ കാണുന്നു ഗൈസ്. ഒരു ഡയമണ്ട് ഞാനവിടെ സ്പോട്ട് ചെയ്തു ഗൈസ്. ആൻഡ് അത് ഒരെണ്ണേ ഉള്ളെങ്കിൽ നമ്മൾ റിച്ച് അല്ല, നമ്മൾ വേറെ പലതുമാകും. അല്ല, നമുക്ക് ആ ഡയമണ്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ റിച്ച് ആവും ഗൈസ്. ഒന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു റെവൈൻ ഡയമണ്ട് കാണുമായിരിക്കും മിക്കപ്പോഴും. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ നിന്ന് കുറേ ബ്ലോക്കൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ടൊന്നും ഇത്രയും തൂക്കിയല്ലോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നല്ല ഡാർക്കായിരിക്കും, പക്ഷേ എനിക്ക് അത്യാവശ്യം കാണാം ഗൈസ്. ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇച്ചിരി ഡാർക്കാവുന്നേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് കാണാം. അത് ഞാൻ വീഡിയോയിൽ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെളുത്തിട്ട് ഇവിടെ സ്കെൽട്ടൻ സ്കെൽട്ടൻ നമുക്ക് നോക്കാം ഗൈസ്. സ്കെൽട്ടനും തട്ടട്ടെ. പിന്നെ ഇപ്പം നമ്മുടെ തട്ടുകട SMB ഇല്ലാത്തതിനാൽ ഞാനാണെങ്കിൽ FG അല്ല, നമ്മുടെ ഡീപ് സ്റ്റാർ ബ്രോയുടെ കൂടെ ഒരു മൾട്ടിപ്ലെയർ ഐലൻഡ് സർവൈവൽ ഞാൻ നേരത്തെ സെറ്റാക്കിയാണ്. ഈ സെർവറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ കറപ്റ്റായി പോയതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഡയമണ്ട് എടുത്ത് വന്നു. അത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഗൈസ്. ഓക്കെ, നമ്മൾ ഡയമണ്ട് എടുത്ത് വന്നു. നമുക്ക് എത്ര ഡയമണ്ട് കിട്ടും? ഒരു ഡയമണ്ടേ ഉള്ളൂ. ഒരു ഡയമണ്ട് ഉള്ളു ഗൈസ്. അടുത്ത ഡയമണ്ട് തൂക്കി ഗൈസ്. ഓക്കെ, നമ്മൾ ഇതെന്താടാ
ഇതെന്തറാ അവിടെ വീഡിയോയിൽ ഞാൻ എടുക്കുമ്പോൾ മാത്രം ഒരു ഡയമണ്ട്, അല്ലെങ്കിൽ 5-6 ഡയമണ്ടൊക്കെ അവിടെ ഒരുമിച്ചിരിക്കുന്നേ ആണ് ഗൈസ്. സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. ഈ ക്ലിപ്പ് ഉണ്ടാകും ഞാൻ കാണിക്കായിരുന്നു. സത്യമായിട്ട് എനിക്ക് അങ്ങനെ 28 ഡയമണ്ട് കിട്ടി ഗൈസ്. ഓക്കെ, എന്തായാലും ബാക്കിയുടെ സ്പോട്ട് ചെയ്യട്ടെ. അപ്പം ചൂസ് നമ്മളൊരു ലൈവ് കണ്ടിട്ടുണ്ട്. സോ ഇപ്പം നമ്മുടെ ഒരു ബ്രീഡറൊക്കെ ശരിക്കും വർക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ഒരു ബെഡൊന്ന് പൊട്ടിച്ച് വെച്ച് നോക്കി. ആൻഡ് ഇപ്പോൾ നമ്മുടെ ബ്രീഡർ കിടിലമായി വർക്കാവുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു കൊച്ചു ബേബി അവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. അവനോടെയും വലുതാണ്. ആൻഡ് ഈ വലുതായിട്ട് ബേബി ആ ഒരു മൂലയ്ക്ക് എത്തുമ്പോഴേ വേറെ ബ്രീഡ് ആവത്തുള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ഹാളിന് വേണ്ടി അവിടെ കുറേ കുഴിച്ചിട്ടു, അത് ഞാൻ കൊണ്ട് കാണിക്കാം. ആൻഡ് ഇനി നമുക്ക് ട്രേഡിംഗ് ഹാളിൽ ചെറിയതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. നമുക്ക് സിൽക്ക് ടച്ച് വേണം ഗൈസ്. അതുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ ബാക്കി പണി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് സിൽക്ക് ടച്ച് വേണം. അതിനുവേണ്ടി നമുക്ക് ഒരു വില്ലേജറിനെ കൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്നാൽ അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. എന്താ നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ ഒരു ഏരിയ നമുക്ക് കുറച്ച് ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് പണിയുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. ഒത്തിരി അകത്തോട്ട് കയറി കഴിഞ്ഞാലേ ചെറിയ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ആദ്യത്തെ വില്ലേജർ ഇരിക്കേണ്ട സ്ഥലമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. യെസ്, 3 ബ്ലോക്ക് ഹൈറ്റ് മതി ഗൈസ്. ഒത്തിരി ഒന്നും വേണ്ട, അവന്മാരൊക്കെ ഭയങ്കര റീച്ച് അല്ല, അത്രയൊക്കെ മതി ഗൈസ്. അവന്മാർക്ക് അതൊക്കെ ധാരാളം. ഓക്കെ, ഇനി ഈ ഒരു ഡെർട്ട് ബ്ലോക്ക് കൂടെ പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് സ്ലാബൊക്കെ ഉണ്ട് ഗൈസ്. അതുകൂടെ എടുത്തൊന്ന് വെക്കട്ടെ ഇങ്ങോട്ട്. സ്ലാബ് കൂടെ എടുത്ത്, സ്ലാബല്ല ഒറ്റ ബ്ലോക്കായിട്ടില്ല ഗൈസ്. ബ്ലോക്കായിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്ലോക്ക് വെച്ചതിന്, അപ്പോൾ സ്ലാബേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് സ്ലൈറ്റ് തീർന്നു ഗൈസ്. ഇനി കുറച്ച് മൈനിങ്ങിന് വേണം. മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി ബിൽഡ് ചെയ്താൽ കുറച്ച് ഡീപ്പ് സ്ലൈറ്റ് കിട്ടും. ഇനി അതും ചെയ്യണം ഗൈസ്, അതും നല്ലൊരു പണിയാണ്. ഓക്കെ, നമ്മൾ പിന്നെയും അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇവന്മാർ നിൽക്കേണ്ട സ്ഥലം സെറ്റായിട്ടുണ്ട്. ഇനി സ്ട്രിപ്പ് ചെയ്യട്ടെ ഗൈസ്. സ്ട്രിപ്പ് ആവത്തെ എന്താ, സ്ട്രിപ്പ് ആവുക ഗൈസ്. ഓ, ഇനിയിപ്പോൾ മറ്റേ ലെഫ്റ്റ് ഷിഫ്റ്റൊക്കെ നിൽക്കണമായിരിക്കും. ഓക്കെ, സ്ട്രിപ്പ് ആവ്, സ്ട്രിപ്പ് ആവ്, സ്ട്രിപ്പ് ആവ്, സ്ട്രിപ്പ് 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 സ്ട്രിപ്പ്. ഓക്കെ, ഇനി ഇവിടെ ആയിരിക്കും അവന്മാർ നിൽക്കുന്നത്. ഞാൻ അവന്മാർ നിൽക്കുന്ന ഒരു ഏരിയ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അവന്മാർ നിൽക്കുന്ന ഏരിയ മാത്രമല്ല ഗൈസ്, നമ്മൾ ഫുൾ റെയിൽ വെച്ച് തേണ്ട അവന്മാർ നിൽക്കുന്ന ഏരിയയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഒരു പവേർഡ് റെയിലൂടെ ഞാൻ വെച്ചിട്ട് കാണാം ഗൈസ്. കയ്യിലുള്ള ഗോൾഡ് എല്ലാം വെച്ച് 10-16 പവേർഡ് റെയിൽ ഉണ്ടാക്കിയതാണ്ട് ഇവിടെ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം അവന്മാർക്ക് സ്പീഡിനൊരു ദയാദാക്ഷിണ്യവും കാണത്തില്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉള്ള എല്ലാ പവേർഡ് റെയിലും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് സ്റ്റോൺ ടോർച്ചും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി അവന്മാരെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ വില്ലേജർ അവിടെ നമുക്ക് നോർമൽ വില്ലേജറിനെയാണ് കിട്ടിയ ഗൈസ്. ഒരു ഡെസേർട്ടിലെ വില്ലേജറല്ല. എനിക്ക് നോർമൽ വില്ലേജറിനെയാണ് താല്പര്യം. ഡെസേർട്ടിലെ വില്ലേജറിന് കാണാൻ ഒരു ലുക്കില്ല ഗൈസ്. ഓക്കെ, അവന്മാരിപ്പോൾ അവിടെ എത്തിക്കാണോ. അതിന് മുമ്പ് നമുക്ക് അവന്മാരുടെ വർക്ക് സ്റ്റേഷനും കൂടെ കൊണ്ടുപോകാം ഗൈസ്. അത് നമ്മുടെ ലെക്ടേൺ അല്ലേ, അതെ ലെക്ടേൺ കയ്യിലുണ്ടോയെന്നൊരു ഡൗട്ട് ഗൈസ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഒരു ട്രാപ്പ് ഡോർ വേണം ഗൈസ്. 2 ട്രാപ്പ് ഡോറും ഉണ്ടാക്കി ഞാൻ അവന്മാരെ അവിടെ ലോക്ക് ചെയ്ത് വെക്കണം. ഓ മൈ ഗോഡ്. പിന്നെ ഈ നമ്മുടെ ടൂൾസ് എല്ലാം കണ്ട എൻചാൻറ്റ് ചെയ്ത് തിളങ്ങിയിരിക്കണേ. നമ്മളിവിടെ ഒരു ചെറിയ എൻചാൻറ്റിങ് സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അത് നിങ്ങൾ ഇതുകൊണ്ട് അവിടെ കണ്ട ഒരു ബുക്ക് ഷെൽഫൊക്കെ വെച്ച് സെറ്റാക്കിയത് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഗൈസ്. നമ്മൾ എൻചാൻറ്റിങ് സ്റ്റേഷനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെന്താണ്, വേറെ പണിയൊന്നുമില്ല ഗൈസ്. എന്താ ഇങ്ങനെ വേറെ നമ്മൾ കുറേ അധികം സാധനമൊക്കെ എടുത്ത് ടൂള് നമ്മൾ എൻജാൻറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന പിക്കാക്സ് എഫിഷ്യൻസി 2-ഓ 3-ഓ എങ്ങാണ്ടാണ് അയൺ പിക്കാക്സ്. ആൻഡ് മറ്റേ ഷവലാണെങ്കിൽ സിൽക്ക് ടച്ച്, അതുകൊണ്ട് നമുക്ക് ഗ്രാസ് ബ്ലോക്കൊക്കെ കിട്ടും ഗൈസ്. അതും വിഷയമാക്കി നമ്മൾ. ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ ട്രാപ്പ് ഡോറും വെച്ച് ആ ഒരു വില്ലേജർ മണ്ടനെ കൂടെ ഒന്ന് പൊട്ടിച്ച് കളയല്ല, വില്ലേജർ മണ്ടിരിക്കുന്ന മൈൻ കാർഡിലൂടെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റായി ഗൈസ്, സെറ്റ്. ഓക്കെ, ഞാൻ ആ വില്ലേജർ മണ്ടനെ മാത്രമല്ല അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു വില്ലേജർ മണ്ടനെ കൂടെ കൊണ്ടു നിർത്തി അവനെ മറ്റേ ബ്ലാസ്റ്റ് ഫർണസൊക്കെ വെച്ചിട്ട് അവനെ അയൺ ട്രേഡ് ചെയ്യുന്ന മറ്റേ ടൂൾ സ്മിത്ത്, ആർമർ സ്മിത്ത് അങ്ങനെ ഒരു സാധനം ആക്കിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് അവൻ നമുക്കിപ്പോൾ അയൺ തരുന്നതായിരിക്കും. നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് എമറാൾഡ് തരുന്നതായിരിക്കും. നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് അയൺ കൊടുത്ത് എമറാൾഡ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ആവാൻ കാരണം നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. ഇന്ന് ഫുള്ള് ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്തിട്ട് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഈ ഒരു ചെറിയ ട്രേഡിംഗ് ഹാളിൽ ഒതുക്കിയിരിക്കുന്നു. ഇത് മാത്രമല്ല, വേറൊരു വില്ലേജറിനെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലെച്ചർ സ്റ്റിക്ക് കൊടുത്ത് ആ സാധനം ഉണ്ടാക്കുന്നത്, അവനെയും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കൂടെ കൊണ്ട് കാണിക്കാം ഗൈസ്.
എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ പരിപാടി ഇതാണ് ഗൈസ്. പൊട്ടിച്ച് വെക്കുക, ഇവന്മാരെ ക്ലിക്ക് ചെയ്യുക, പിന്നെ വെക്കുക, ക്ലിക്ക് ചെയ്യുക, പൊട്ടിച്ച് വെക്കുക. മൈ ഗോഡ്, കിട്ടി, വേണ്ട സാധനം കിട്ടി. 18 എമറാൾഡ്. നൈസ്. പക്ഷേ നമ്മുടെ അവന്മാർ ഇപ്പം ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു വില്ലേജറിനെ നൈസിന് തട്ടിയായിരുന്നു ഗൈസ്. അത് പിന്നെ പറയാം ഗൈസ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് എമറാൾഡൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവന്മാരെ പോയി ട്രേഡ് ചെയ്യാം ഗൈസ്. ട്രേഡ് ലോക്ക് ചെയ്യണം. എൻ്റെ പേപ്പർ ഇല്ല ഗൈസ്. പേപ്പർ എന്തിയാടാ ഈ പേപ്പറൊക്കെ എവിടെയാണ്? ഓക്കെ, പേപ്പർ കിട്ടി. അവന്മാരെ ലോക്കും ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ പേടിക്കണ്ട. സിൽക്ക് ടച്ച് അവിടെ നിന്നുള്ളൂ. നമുക്ക് എന്തായാലും ആ സിൽക്ക് ടച്ച് മേടിച്ചിട്ട് നമ്മുടെ ഡയമണ്ട് പിക്കാക്സിലൊന്നും ഇടാം ഗൈസ്. എന്നിട്ട് നമുക്ക് അടുത്ത തന്നെ പെട്ടെന്ന് തന്നെ ഒരു മെൻറ്റിങ് കൂടെ ഒപ്പിച്ചിട്ട് അവനെയും കൂടെ സെറ്റ് ചെയ്യണം ഗൈസ്. അതിന് വേണ്ടി നമുക്ക് പോയിട്ടൊന്ന് സെറ്റാക്കട്ടെ. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. ഇവിടെ ചാടി ലൈഫൊക്കെ പോന്നു. ആൻഡ് അതെ, മെൻറ്റിങ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഈ മണ്ണിൻ്റെ കൂടാരത്തിനകത്തേക്കുന്നതാണ് എൻ്റെ സ്റ്റിക്ക് ട്രേഡർ ഗൈസ്. ഞാനാണെങ്കിൽ ജംഗിളിൽ പോയിട്ട് ഞാൻ കുറച്ച് 2 മരം വെട്ടി എനിക്കൊരു 3 സ്റ്റാക്ക് ജംഗിളിലോ കിട്ടിയായിരുന്നു ഗൈസ്. അത് ഫുള്ളി ഞാൻ സ്റ്റിക്ക് ആക്കിയിട്ടാണ് ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇവൻ നമുക്ക് നല്ല എമറാൾഡൊക്കെ തരുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം എമറാൾഡ് തരുന്നുണ്ട്. ഞാൻ ഇവൻ്റെ നിന്ന് എമറാൾഡ് എടുത്തിട്ടാണ് ആ ഒരു മറ്റേ ബ്ലാസ്റ്റ് ഫർണസ്, ആ ഒരു ടൂൾ സ്മിത്ത്, ആർമർ സ്മിത്ത്, ആ സാധനത്തിന് ഞാനാണെങ്കിൽ ലെവൽ 2 ആക്കിയത്. ഞാൻ എന്തായാലും ആ സിൽക്ക് ടച്ച് ഇവിടെ ഒന്ന് മേടിക്കട്ടെ ഗൈസ്. അവൻ്റെ ഈ എമറാൾഡ് ഉണ്ടാക്കി വന്നപ്പോൾ ഇവൻ വില കുറച്ചേക്കുന്നു ഗൈസ്. 18 എമറാൾഡിന് ഒരു സിൽക്ക് ടച്ച് ബുക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു സിൽക്ക് ടച്ച് ബുക്കും മേടിച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് നമുക്കിനി അത് നമ്മുടെ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്യട്ടെ ഗൈസ്. ഏതാ നമ്മുടെ ഒരു ഡയമണ്ട് പിക്കാക്സ്. അത് ഇനി എവിടെയാണ് ഗൈസ്? അതിനിപ്പം ഐ തിങ്ക് ലാസ്റ്റ് വെട്ടിലാണ് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കാണുമോ? ഇവിടെ ഇല്ല ഗൈസ്, ലാസ്റ്റ് വെട്ടി തന്നെ. പക്ഷെ വെറുതെ തുറന്ന് നോക്കണം. ഇവിടെ നമ്മുടെ അയണിൻ്റെ കളക്ഷനാണ് ഗൈസ്. ഒത്തിരി ഉണ്ട് നമ്മുടെ അയണൊക്കെ. ആൻഡ് നമുക്ക് ഇനി ഇവൻ്റെ കയ്യിൽ ഒന്ന് കൊടുത്ത് എമറാൾഡ് ബുക്കും കൊടുത്ത സിൽക്ക് ടച്ച് പിക്കാക്സ് ഗൈസ്. വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം ഗൈസ്. പിന്നെ വീഡിയോ ഡെയിലി പെട്ടെന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇച്ചിരി ബിസി ആയിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ഇച്ചിരി ലേറ്റായത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മളിത് പൊട്ടിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. കുറേ നേരമായി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇത് കണ്ടാ, നമുക്ക് സ്റ്റോണും കിട്ടി തുടങ്ങി. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. I'm the king when I'm in the rain. Got my G when I'm in the van. Gone pics on a middleman. Ain't nothing but a gold thing.